ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല ടിപ്സുകളും കൊണ്ട് തന്നെയാണ്. നമുക്ക് നമ്മുടെ വീടുകളിൽ റെഡിയാക്കാൻ പറ്റുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത്. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം നമുക്ക് ലാഭിക്കാം, അതുപോലെ തന്നെ ദീർഘകാലം കേടുകൂടാതെ ഇരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു പാത്രം എടുക്കുന്നുണ്ട്. ഈ ഒരു പാത്രത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് സാധനങ്ങളൊക്കെ കഴുകി സ്റ്റെയിൻ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ വാങ്ങിക്കുക. നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പം ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ് കേട്ടോ. വളരെ കുറച്ച് പൈസയേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം വെളുത്തുള്ളി നമ്മൾ കഴുകി വൃത്തിയാക്കി കുറച്ചെടുത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതിനകത്ത് വെച്ച് തന്നെ നമുക്ക് കഴുകുകയും ചെയ്യാം, അത് നന്നായിട്ട് നമുക്ക് സ്റ്റെയിൻ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ രണ്ട് ഉപയോഗവും ഈ പാത്രം കൊണ്ട് നമുക്ക് സാധിക്കും കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ അളവൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും എടുത്ത് നമുക്ക് റെഡിയാക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചി കുറച്ച് കൂടുതലും വെളുത്തുള്ളി അതിൻ്റെ കുറച്ച് ഒരു 1/4 കപ്പ് വെളുത്തുള്ളിയും അതുപോലെ തന്നെ 3/4 കപ്പ് ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ മിക്സിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ടും പേസ്റ്റ് ആക്കി വെക്കാം കേട്ടോ. ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം ഞാൻ എല്ലാത്തിനും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ചാണ് ചേർക്കാറുള്ളത്. അതുകൊണ്ട് ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് അരച്ച് വെക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം കഴുകി വൃത്തിയാക്കിയ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കുക, നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഈർപ്പം ഒന്ന് നമുക്ക് തുടച്ച് മാറ്റാം. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. നമുക്കിപ്പം 1/4 കിലോ നമ്മളുടെ വെളുത്തുള്ളി, 1/2 കിലോ ഇഞ്ചി, അങ്ങനെയൊക്കെ കുറച്ചേറെ എടുത്തുണ്ടാക്കി വെക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഉറപ്പായിട്ടും ഈർപ്പം കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ നിങ്ങൾ മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട്. എങ്കിലാണ് നമുക്ക് കൂടുതൽ നാൾ കേടുകൂടാതെ ഇരിക്കത്തുള്ളൂ. അപ്പം ഞാനിവിടെ ആ ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വിനാഗിരിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആപ്പിൾ സൈഡർ വിനീഗറാണ്. നിങ്ങളുടെ അടുത്ത് സിന്തറ്റിക് വിനാഗിരിയാണുള്ളതെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ, യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഇത് ഞാൻ ഈ ഒരളവിന് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ അളവ് കൂട്ടുവാണെങ്കിൽ അതനുസരിച്ച് നമ്മളുടെ വിനാഗിരിയുടെ അളവും കൂട്ടിക്കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാവേ. നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉപ്പാണ്. അപ്പോൾ കുറച്ച് ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ ഒന്നും കൂടി അരച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ഹോം മെയ്ഡായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര നാൾ വേണമെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, നല്ല രീതിയിൽ ഇരുന്നോളും, യാതൊരു കേടും സംഭവിക്കത്തില്ല. അപ്പോൾ നമ്മൾക്ക് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ കറികളും അതുപോലെ തന്നെ സാലഡിനും ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. മറ്റൊരു നല്ല ടിപ്പുമായി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.